വെൽക്കം ടു FS കുക്കറി വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്, മാങ്ങ ഇഞ്ചി അച്ചാർ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാമോളം മാങ്ങ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ മാങ്ങ ഇഞ്ചി. അതായത് പൊട്ടിച്ച് കാണിക്കാം. നല്ല മാങ്ങയുടെ സ്മെല്ലാണ് ഇത്. കുറേ പേർക്കൊക്കെ ഇത് അറിയില്ലായിരിക്കും, പക്ഷേ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാനിത് കഴുകിയിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തോട്ടൊരു പാത്രം വെക്കുക, അതിലേക്ക് കുറച്ചധികം നല്ലെണ്ണ യൂസ് ചെയ്യുക. അച്ചാറിടുമ്പം കുറച്ച് നല്ലെണ്ണ കൂടുതൽ എടുത്താൽ അത് ഒരുപാട് നാൾ കേട് കൂടാണ്ട് ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഇഷ്ടത്തിന് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 2-3 പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാനേ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതാ കരിയാണ്ട് ഒന്ന് ഇളക്കിയെടുക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനേക്കാളും ഒട്ടും തന്നെ കൂടണ്ട, ഇത്രയും മതിയാവും. പിന്നെ കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. വറുത്ത് പൊടിച്ച ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഇടുമ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ല മണം വരുന്നത് കേട്ടോ. ഇതിട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഞാനിപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ചധികം വിനീഗറാണ്. 1/4 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണേ. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഇത് തിളച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റും കൂട്ടും, അതേപോലെ തന്നെ അച്ചാറിൻ്റെ കളറും നല്ല കളറിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അച്ചാറിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് മാങ്ങ ഇഞ്ചി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ മാങ്ങ ഇഞ്ചി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. മാങ്ങ ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അത്രയും മതിയാകും. അതിൽ കൂടുതലിട്ട് വേവിച്ച് കൊടുക്കരുത്, അപ്പോഴേക്കും മാങ്ങ ഇഞ്ചി വെന്ത് കുഴഞ്ഞു പോകും. ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു അച്ചാറാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.